അത് നമ്മളെപ്പോഴും നോക്കണം. മനസ്സിലായോ? കാരണം നമ്മൾ ഒരു ആ നമ്മൾ ഒരാളോട് കളവ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും കണ്ണിൽ നോക്കിയിട്ട് ഹൈ കോൺഫിഡൻസിൽ കളവ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് നമ്മൾ അയാളോട് കളവ് പറയുന്ന രീതിയിലൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടെ? കാരണം കളവ് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അറിയുന്നുണ്ടല്ലോ ഇത് കളവാണെന്ന്. എന്നിട്ടും അവിടെ കളവ് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം അല്ല അങ്ങനെ കളവ് പറയേണ്ട ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അതാ നോക്കണ്ടത്. നമ്മൾ ഓരോരുത്തരിലുള്ള ഫ്രീ സ്പേസ്, എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും ഇനി ജീവിക്കൂലെന്നും എൻ്റെ ജീവിതം നശിച്ചു എന്നും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണില്ല എന്നും എല്ലാം അറിയുമ്പോഴും അവിടെയും ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ഫ്രീ സ്പേസ്, അല്ലെങ്കിൽ ഓൾവേസ് ഹാവിങ് ദ ഫ്രീഡം ടു ബി ഫ്രീ, എപ്പോഴും സ്വാതന്ത്ര്യത്തിൽ ഇരിക്കാൻ അർഹതയുള്ള, അല്ലെങ്കിൽ എപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കണ ആ ഫ്രീ സ്പേസ്, അതാണ് ഞാൻ. അപ്പം അതിൽ പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഫ്രീ സ്പേസിനെ ജസ്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് സംവെയർ വി ലോസ്റ്റ് ഇൻ അവർ മൈൻഡ്. മനസ്സ് വെച്ചിട്ട് നമ്മൾ ഈ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മളിരിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഈ ശരീരം വേണ്ട, അല്ലെങ്കിൽ ഈ ശരീരം പ്രശ്നമാണ്, ഈ ശരീരം ഒഴിവാക്കിയിട്ട് ഒരു ശാശ്വത ജീവിതം ഉണ്ട് എന്നൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. മറിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത ഈ ശരീരം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനവനെ തന്നെ ഓരോരുത്തർക്കും അനുഭവിക്കണ ഭാഗം ഉണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും പുറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇത്രയും കാലം പോയിട്ട് ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും കൂടെ കൂട്ടാൻ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല. സോ ഓൾവേസ് ഫീൽ ദാറ്റ് ഫ്രീ സ്പേസ്. കാരണം അതങ്ങനെ ഫ്രീ ആക്കി വെച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നോ അതർ വേ, ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ്. എല്ലാവരും പടച്ചോനെ തള്ളി പറയാനുള്ള കാരണം, ഞാൻ വിളിച്ചപ്പം പടച്ചോൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നപ്പം ദൈവം കൂടെ നിന്നില്ല. അതുപോലെ തന്നെ ചില ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കളയാനുള്ള കാരണം പിന്നെ അവർ നമ്മൾ വിചാരിച്ചപ്പോൾ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എന്നിൽ അവൈലബിൾ ആവാത്തത് കൊണ്ടാണ് എനിക്കടുത്ത ആൾ അവൈലബിൾ ആവാതിരുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണില്ല. അവൻ 5000 കടം തരാമെന്ന് പറഞ്ഞിന്, ഞാൻ അവനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അവൻ തന്നില്ല. ഞാൻ ഈ 5000 കടം വാങ്ങാൻ എനിക്ക് വേറെ ആരുടെ അടുത്ത് നിന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് ആശ്രയിച്ചത്. അവനും ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെയാണ്. അവനെ ഞാൻ ആശ്രയിച്ചണെങ്കിലും അവൻ അവൻ്റേതായ പരിമിതികളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇനി പോട്ടെ, ഈ രണ്ടവസ്ഥയിൽ 5000 അവൻ തരാത്തപ്പോഴും പടച്ചോനെ ഞാൻ വിളിച്ചപ്പം പടച്ചോൻ വരാത്തപ്പോഴും ഞാൻ നന്നായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച മാതിരി ആ സന്ദർഭത്തിൽ പടച്ചോൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ഭാഗത്ത് ആ തീരുമാനത്തിൽ നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പടച്ചോനെ തന്നെ ഒഴിവാക്കിയത്. എൻ്റെ ഉമ്മനെയും ബാപ്പനെയും ഒക്കെ ഒഴിവാക്കിയത്. അല്ലെങ്കിൽ അവരുടെ പടച്ചോനെ ഞാൻ ഒഴിവാക്കിയത്. ഉമ്മയും ബാപ്പയും ഞാൻ വിചാരിച്ചതുപോലെ എന്നെ വളർത്താത്തത് കൊണ്ട് അവരുടെ പടച്ചോനുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഒഴിവാക്കിയത്. എല്ലാത്തിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും വേദനയും പ്രശ്നങ്ങളാണ്. മറിച്ച് ആ പടച്ചോൻ ഇപ്പോഴും എന്നെ നന്നായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോഴും നന്നായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഭാഗമേ എന്നും എനിക്ക് എടുക്കാനുള്ളൂ. ദിസ് ഈസ് ദ ഓൺലി ക്രൈറ്റീരിയ ദാറ്റ് ഐ ക്യാൻ ഹാവ് വിത്ത് മീ, ദാറ്റ് ഐ ആം ലിവിങ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണം തോന്നുന്നതൊക്കെ എവിടുന്നാ തോന്നലുണ്ടായതെന്ന് നിങ്ങൾ പരിശോധിക്കുക. സോ നിങ്ങൾ പടച്ചോനെ കുറ്റം പറഞ്ഞോ? പടച്ചോനെന്ന് പറയുന്ന ഒരു സംഭവമില്ല. പക്ഷെ പടച്ചോനെ റിജക്റ്റ് ചെയ്യുമ്പം നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് നമ്മളിലുള്ള നന്മയാണ്. ആ ഗുണാപ്പിൻ്റെ പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം എന്തിലാണ് കിടക്കണത്? ഈ പടച്ചോനെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയിട്ട് നമ്മളെ നശിപ്പിക്കാതെ നമ്മൾ വേറെ മദ്യവും മയക്കുമരുന്നിൻ്റെയും ഭാഗത്ത് പോയിട്ട് നമ്മളെ നശിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണ്ട. പടച്ചോനെയും വേണ്ട, പിശാചിനെയും വേണ്ട. എനിക്ക് എന്നെയാണ് വേണ്ടത്. അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അതല്ലേ പവറ്.
അല്ലെങ്കിൽ പടച്ചോനെ നിങ്ങൾ മാറ്റി നിർത്തി, പക്ഷെ വേറെ ചിലതിനെ നിങ്ങൾ നിങ്ങളിലേക്ക് കയറ്റി. പടച്ചോനെ ആവശ്യമില്ലല്ല, അതിനെ എടുത്ത് കള. ഒരു തെണ്ടികളെയും നമുക്ക് ആവശ്യമില്ല, ഞാൻ മാത്രം മതി. അതായത് ഫിയർലെസ് ഡസൻ മീൻ ദാറ്റ് യു ഡോണ്ട് ഹാവ് ഫിയർ. അവിടെ ഫിയർ ലെസ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതവിടെ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഫിയർ എന്നെ കൺട്രോൾ ചെയ്യാത്ത ഭാഗത്താണോ ഞാനിരിക്കുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങളൊരാളെ എതിർക്കണുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളെക്കാൾ, അല്ലെങ്കിൽ അയാളിൽ നിന്നൊരു ത്രെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഫിയർ ഉണ്ട്. നിങ്ങൾ ദൈവവിശ്വാസത്തിലാണെങ്കിലും, നിങ്ങൾ മറ്റേ എന്താ പറയുക, എത്തിസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ട്രേസ് ഉണ്ട്. മറിച്ച് ഇതൊന്നുമല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് ഈ ഭയത്തിന് കാരണമായ വലിഞ്ഞു മുറുകലെ ശരീരത്തിൽ ഫീൽ ചെയ്ത് അതിനെ മനസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതെ, അതിനു വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള യാതൊരു സബ്സ്റ്റൻസും എടുക്കാതെ, അതായത് അതിനെ മനസ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള കഥകൾ മെനയും. ആ കഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ്, മദ്യപാനം, വിശ്വാസം, ദൈവം, പല കാര്യങ്ങളും കൊണ്ടുവരും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദർ ഇസ് എ സെൻസേഷൻ ഇൻ യുവർ ബോഡി. അപ്പോൾ ആ ബോഡിയിലുള്ള ആ സെൻസേഷനെ അവിടെ വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരസഹായം വേണ്ട. മറിച്ച് ഇവിടെ നിന്ന് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് പിന്നെ കയറണ കയറ്റം പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ യു നീഡ് സമ്മൺ ടു കൺട്രോൾ യു. അപ്പോഴാണ് ഞാൻ എൻ്റെ പേടിയെ ഉള്ളിലൊതുക്കിയിട്ട് ഞാൻ ധൈര്യവാനാണെന്ന് പുറം ലോകത്തെ കാണിക്കണത്. ധൈര്യവാനാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പേടിയാണ് കാരണം. അപ്പോൾ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ ഇതിനെ മുഴുവൻ ദഹിപ്പിച്ച് കളഞ്ഞാൽ ആഹാ, പിന്നെ അവിടെ പേടിയില്ല. അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിലും അത് ബാധിക്കാൻ പോണില്ല. ഒന്ന് ബാധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതില്ലാത്തതിന് തുല്യമാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ വിളിക്കുകയും, അപ്പോൾ മിക്കവാറും ഈ സ്ത്രീകളൊക്കെ വിളിക്കുമ്പം അവർ പല സ്ഥലങ്ങളിൽ അവർ പോയി പറ്റിക്കപ്പെട്ടതും, അവരുടെ കയ്യിലുള്ള സ്വർണം അവർ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിച്ചതും, അതുപോലെ തന്നെ കുറച്ച് നേരം സംസാരിക്കുമ്പോത്തിന് ഈ ഗുരുക്കന്മാർ അവരെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതും, അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. ഇതൊന്നും കുഴപ്പമുള്ള കേസുകളൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ദൈവത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. പിന്നെ അവിടെ ആ ഗുരുവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ അയാൾ നോക്കുന്നുണ്ടാവുക, എനിക്കതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പം ഇറങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിനാണ് നിങ്ങൾ പുറപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം അങ്ങനെ ഒരു ചങ്ങായി ഈ ലോകത്തില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു കുരുക്കന്മാരുടെ അടുത്തേക്കും പോകാനും ഇല്ല. സ്വന്തം ശരീരത്തെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും അവിടെ. പക്ഷെ അത് ശ്രദ്ധിക്കാൻ പറ്റാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുകയാണ്. അപ്പം ഞാൻ പ്രശ്നത്തിൽ വീഴാനുള്ള കാരണം ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ല. ഇത് ഞാനാണെന്ന് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വലിയ വലിയ പ്രശ്നത്തിൽ വീണിട്ട് നിങ്ങളെ കൊണ്ട് ഈ പറയുന്ന പ്രകൃതി ഇത് അംഗീകരിപ്പിക്കാൻ പാടുപെടുന്നത്. കാരണം ഇത് അംഗീകരിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടാൻ പോണുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ അംഗീകരിക്കാതെ പലതിലും നിങ്ങൾ പോയിട്ട് അവസാനം നിങ്ങളിത് അംഗീകരിക്കുന്നതോടുകൂടി ഈ പ്രഹസനം തീരുകയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പോയി പെട്ടാലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന നിങ്ങളുടെ ചാരിത്ര്യവും അല്ലെങ്കിൽ പൈസയും നിങ്ങളുടെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ, അവിടെ നിന്ന് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള ആ തിരിച്ചറിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത് മുഴുവൻ നിങ്ങളുടേതായിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും.
ഇത് ഈ നഷ്ടപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് ഇനിയും ദൈവത്തിന്റെ അടുത്ത് എത്തിയില്ലാന്നും പറഞ്ഞിട്ട് പിന്നെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാ ഈ നിമിഷം വരെ നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതെല്ലാം പോയി തൊലയട്ടെ. മനസ്സിലായോ? എന്നിട്ടും നിങ്ങൾ ബാക്കിയുണ്ടല്ലോ, അതിനെ ഒന്ന് ശ്രദ്ധിച്ചേ. അതിനെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് വയ്യാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ അലച്ചിലും ഈ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണത്. അതായത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ സെക്ഷുവലി ആകർഷിക്കപ്പെടുന്നതും നിങ്ങളിലേക്ക് സെക്ഷുവലി ആകർഷിക്കപ്പെടുന്നതിനും പ്രധാനമായിട്ടുള്ള കാരണം ഇന്ന് ഈ സമൂഹം എത്തിയിരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ്. കാരണം ഒരു വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന സെക്സിന്റെ ഭാഗത്താണ്. കാരണം എന്താണ്? ഇവൻ വളർന്നു വരുന്ന ആ ചെറുപ്പകാലത്തിൽ തന്നെ ഇവൻക്ക് പല രീതിയിലുള്ള വേദനകളും പ്രശ്നങ്ങളും ക്യൂരിയോസിറ്റികളും അവൻ്റെ ബോഡിയിലുണ്ട്. ഒരു പ്രായം കഴിഞ്ഞപ്പം അവൻ ഇതിനെയെല്ലാം അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അവൾ ഇതിനെയെല്ലാം അനലൈസ് ചെയ്ത്, ഇപ്പോൾ ഒരു 2 വയസ്സിലോ 3 വയസ്സിലോ 4 വയസ്സിലോ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ, അവൾ വലുതായിട്ട് അവൾ കാണുന്ന കുറേ അറിവുകൾ വെച്ചിട്ട് അവളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പൊ ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് ഒന്നും അറിയില്ലേനി, പക്ഷെ വലുതായപ്പം ഈ അറിവുകളുള്ള കുട്ടി ആ കുട്ടിയെ ഈ അറിവുകളെല്ലാം ഇട്ടുകൊടുത്തിട്ട് പ്രശ്നക്കാരിയാക്കി. എൻ്റെ ജീവിതത്തിൽ ഇതാണ് പ്രശ്നം എന്നുള്ള ഭാഗത്തേക്ക് കൊണ്ടെത്തിച്ച്. അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ബാപ്പ നഷ്ടപ്പെട്ട്, ഓക്കെ, ചെറുപ്പത്തിൽ ആ നഷ്ടപ്പെട്ട ബാപ്പ ഇല്ലാത്ത കുട്ടിയെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നന്നായിട്ട് നോക്കിയാണ്. പക്ഷെ വലുതായപ്പം ഇവന്റെ ഉള്ളിൽ വീണ്ടും കമ്പാരിസൺ വന്നപ്പം ആ ചെറിയ കുട്ടിയുടെ മേലിലേക്ക് ആ മുഴുവൻ കുറ്റങ്ങൾ ഇടുന്നത്. കാരണം എന്താണ്? കാരണം അതിന് ശേഷം എൻ്റെ തീരുമാനത്തിൽ ഞാൻ പലരുമായിട്ടും എനിക്ക് ഈ സെക്ഷുവൽ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നിട്ടില്ല. അപ്പൊ എന്നെ കുറ്റപ്പെടുത്താനുള്ള മടി കൊണ്ട് ആ നിഷ്കളങ്കയായ എൻ്റെ ചെറുപ്പകാലത്തുള്ള എൻ്റെ കുഞ്ഞു വാവയെ ഞാൻ തന്നെ കുറ്റം പറഞ്ഞ് ഞാൻ തന്നെ സുഖിക്കുകയാണ്. ആ കുറ്റം പറയുന്നത് പോലും ഒരു മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ആണ്. കാരണം ബോഡി ടു ബോഡി എന്തൊക്കെ സംഭവിച്ചാലും അതിനെ നമുക്ക് സെക്സ് ആയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ടൈപ്പ് ഓഫ് ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മാസ്റ്റർബേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കൂല. അപ്പൊ നിങ്ങളിലേക്ക് ഇങ്ങനെ ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടെയാണ് നമ്മുടെ സത്യസന്ധത കൊണ്ടുവന്നിട്ട് നമ്മളത് പരിശോധിക്കേണ്ടത്. അപ്പൊ അത് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തുറന്ന് സംസാരിക്കണം. തുറന്ന് സംസാരിക്കുമ്പോൾ അടുത്ത ആൾക്ക് അയാളുടെ തുറന്ന് സംസാരിക്കണ ഭാഗത്ത് അയാൾക്ക് ഇപ്പൊ നമ്മളോട് താല്പര്യം ഉണ്ടാവും. ഈ താല്പര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ തുറന്ന് പറഞ്ഞ നമ്മൾ കറക്റ്റായിട്ട് നിന്നാ മതി. അയാൾ വൃത്തികെട്ടവനാണെന്ന് നമ്മൾ പറയാൻ പോണത് കൊണ്ടാണ് നമ്മൾ പേടിക്കണത്. നമ്മൾ നമ്മുടെ വൃത്തിയിൽ ഇരുന്ന് കഴിഞ്ഞാല് നമ്മളെ തൊടാൻ ആർക്കും പറ്റൂല. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ നേരത്തെ പറയാൻ വന്ന കാര്യം ഇപ്പോഴാണ് കിട്ടിയത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. എന്ത്? എനിക്ക് മാത്രാണ് ഈ പ്രശ്നങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്നോട് മാത്രാണ് ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഉള്ളത്. മനസ്സിലായ? അത് അത് നമ്മൾ പെട്ടെന്ന് മാറ്റേണ്ട ഒരു അസുഖമാണ്. കാരണം ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നിലേക്ക് സെക്ഷുവലി അട്രാക്റ്റഡ് ആവണ്, അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളെ കാണുമ്പം എനിക്ക് മാത്രമാണ് കമ്പിയാവണ്, ബാക്കിയുള്ളവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ല എന്നും പറഞ്ഞിട്ട് ഉള്ളിൽ നമ്മൾ വേദനിക്കണ സഫർ ചെയ്യണ ഒരു ഭാഗമുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്തിൽ മുഴുവൻ മനുഷ്യന്മാരും നിങ്ങൾ ആരുടെ കൂടെയും പോയിക്കോ, അവസാനം അത് എത്തിച്ചേരാൻ പോണത് ഈ സെക്സിന്റെ ഭാഗത്ത് തന്നെയാണ്. ഈവൻ നിങ്ങൾക്ക് സെക്സിനോട് താല്പര്യമില്ലെന്ന് നിങ്ങൾ പറയണത് പോലും നിങ്ങൾക്ക് ഈ സെക്ഷുവൽ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഗത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് സ്പെസിഫിക് ആയിട്ട് അത് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ മനസ്സിലാക്കുക, പാലെന്നും പാല് തന്നെയാണ്, വെള്ളം എന്നും വെള്ളം തന്നെയാണ്. ഓക്കെ, ഇതൊന്നും കേടുവരാൻ പോണില്ല എന്നതുപോലെ ഞാൻ എന്നും ഞാനാണ്, എന്നിൽ ഒരു കേടും ഇല്ല. അപ്പൊ എനിക്ക് എന്തിനോടെങ്കിലും താല്പര്യക്കുറവോ താല്പര്യ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ എന്നെ ഞാൻ അനുഭവിക്കാനുള്ള ഒരു ജീവിതത്തിൽ
എൻ്റെ ആഗ്രഹമോ എൻ്റെ ആവശ്യമോ എന്നേക്കാൾ വലുതായിട്ട് വരാൻ പോണില്ല. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഇന്ന് സമൂഹം എത്തിയിരിക്കുന്ന ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിനും യാതൊരു കുഴപ്പമില്ല. അതിന് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് കുഴപ്പമുള്ളത്. ഇനി അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ തോന്നൽ ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്കും കുഴപ്പം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ഇത് എനിക്ക് മാത്രമുള്ള സംഭവമല്ല. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ അവസാനം സെക്ഷുവലി എന്നോട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ഇട്ടുകൂടുന്ന ഭാഗത്തല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അതിന് എത്ര വലിയ ഗുരു ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങളെ കൺസേൺ ഇല്ലാതെ നിങ്ങളുമായിട്ട് ഒരു ഈവൻ അവർക്ക് സംസാരിക്കാൻ പോലുള്ള റൈറ്റ് കൊടുക്കാതിരിക്കാനുള്ള കപ്പാസിറ്റി ഈ ബോഡിയിലുണ്ട്. അത് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ, ഇത് അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇറാൻ ആക്രമിച്ച ആ മെമ്മറിയും വെച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഈ സമൂഹം നിങ്ങളോട് ഈ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ആ പെരുമാറുന്നവർക്കാണ് ആ കുഴപ്പം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു. നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ഇത് എസ്പെഷ്യലി പെണ്ണുങ്ങളോടാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിനെ കാണിച്ചു തരാമെന്നോ സ്വർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിത്രീകരിച്ചിട്ടാണ് നിങ്ങളൊരു ഗുരുവിനെ അന്വേഷിച്ച് പോണത്. ഓക്കെ, അപ്പം അയാൾ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് അയാളോ അയാളുടെ സംഘടനയിലുള്ള ആളുകളോ നിങ്ങളോട് പറയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള തീരുമാനം, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ള ആ തീരുമാനം ട്രിഗർ ആവുകയും പിന്നെ നിങ്ങൾ എല്ലാത്തിനെയും കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഭയങ്കരമായിട്ടുള്ള പരാക്രമം അവിടെ ചെയ്യുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സത്യസന്ധത നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറ്റബോധം വരുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നത്തെക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഗുരുവിൻ്റെ അടുത്തുനിന്നോ ഈ സംഘടനയുടെ ഭാഗത്തുനിന്നോ പ്രശ്നം വരുമ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ ഗുരുവിന് ചൊല്ലിടും. ഗുരുവിനോട് പോയി പണി നോക്കാൻ പറയും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അതിന് മാത്രം പ്രശ്നമുള്ളതുകൊണ്ടാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഗുരുവിനെ തള്ളി മാറ്റുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഈ ഗുരുവിൻ്റെ ആവശ്യമില്ല എന്നുള്ള ആ സിമ്പിൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ കാണാൻ നിങ്ങൾ സുന്ദരിയാവും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എവിടെയോ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യത്തിലോ കിട്ടിയ ചില നഷ്ടങ്ങളും ചില വേദനകളുമാണ് നിങ്ങളെ വീണ്ടും സമാധാനം അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് പോയാൽ കിട്ടണതല്ല. അതെവിടെയാണോ ഞാൻ ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പം അവിടെ ഞാൻ എൻ്റെ ജീവനെ പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നതാണ് സമാധാനം. അതിനേക്കാൾ വലിയ ഒരു സമാധാനവും ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾ ഇത്രയും കാലം ഓടി നടന്നിട്ട് ഈ ഗുരുക്കന്മാരും ഇവരും, കാരണം ഇവരെ നോക്കാനുള്ളൊരു കഷ്ടപ്പാട് എത്ര ഉണ്ട് ഇല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും പല പല ഗുരുക്കന്മാരുടെയും പുറകെ പോകുന്നതിന് പകരം ആ ഇരിക്കുന്ന ആളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഭയങ്കര ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും, കാരണം അത് എൻ്റെ അനുഭവം ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അനുഭവിച്ചതല്ലേ. ഇനി ഞാൻ അനുഭവിച്ചതിൽ എന്തെങ്കിലും എനിക്ക് സംശയമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ജീവിതമാണ് അത് തെളിയിക്കേണ്ടത്. ഞാൻ അവിടെ സമാധാനത്തിൽ ഇരുന്നാൽ മതി. കാരണം തെളിയേണ്ടത് ജീവിതമാണ്. ഓക്കെ, ജീവിതം തെളിയുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി തെളിയും. ഇത് ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഞാൻ വലിഞ്ഞു മുറുകി ഞാൻ പാടുപെട്ട് വേണ്ടാത്തിടത്ത് മുഴുവൻ എൻ്റെ തല കൊണ്ടുപോയിട്ട് ഒരാവശ്യവുമില്ല. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിലിരിക്കുന്നുണ്ടോയെന്ന് മാത്രം നോക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്ക് ആവശ്യമില്ല. കാരണം അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുമ്പോൾ ഞാൻ എന്നെ തള്ളിക്കളഞ്ഞില്ലേ. കാരണം ഞാനാണ് ശരി. എന്നും ഞാനാണ് ശരി. ഈ ലോകത്തിൽ വേറെ ഒന്നും ശരിയല്ല. എന്നും ഞാനാണ് ശരി. അത് മറക്കരുത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ
ഈ തൂഫാനും കഞ്ചാവും മയക്കുമരുന്നും ഒന്നുമല്ല ഈ സമൂഹം നശിപ്പിക്കണമെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയുടെ മറവിൽ സ്പിരിച്വാലിറ്റിയുടെ മറവിലുള്ള ചൂഷണമാണ് ഇന്ന് സമൂഹത്തിൽ. കാരണം ഈ മക്കളൊക്കെ ഇങ്ങനെ ഡ്രഗ്സിലേക്കും കഞ്ചാവിലേക്കും മയക്കുമരുന്നിലേക്കും കൈവിട്ട് പോകാനുള്ള മെയിൻ കാരണം സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്ന ആളുകൾ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല. എന്താ കാരണം? ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, കുറേ ഗുരുക്കന്മാർ വന്നിറങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത മെയിനായിട്ട് സ്ത്രീകളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഓക്കെ. മെയിനായിട്ട് വീട്ടിൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമാധാനം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെയാണ് ഇവർ ചൂഷണം ചെയ്യണത്. നമ്മൾ എല്ലാവരും അത് എക്സ്പോസ് ചെയ്യണം, മനസ്സിലായ? അതായത് നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ എന്താ പറയുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാഗത്തും അല്ലെങ്കിൽ അവരുടെ അടിവസ്ത്രങ്ങൾ കഴുകണ ഭാഗത്തും നിങ്ങളെ സെക്ഷുവലി നിങ്ങളെ ഹരാസ് ചെയ്യണ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ ശരിയല്ല വൃത്തികെട്ടവളാണ് എന്ന് പറയണ ഭാഗത്തും ഏതെങ്കിലും ഗുരുക്കന്മാർ നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കോ ദൈവത്തിൻ്റെ മാർഗത്തിലേക്കോ എത്തിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അത് 100% ഫേക്കാണ്. കാരണം അങ്ങനെ ഇവിടെ ഒരു മൈരം ഗുരുക്കന്മാർക്കും ഒരു തരത്തിലുള്ള പ്രത്യേകതയും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഗുരുക്കന്മാർ നിങ്ങളോട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വായും മൂക്കും പൊത്തിപ്പിടിക്കാൻ പറയാം. മനസ്സിലായോ? ഗുരുക്കന്മാരെ ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം അതാണ്. എന്ത്? അവരോട് 1 മിനിറ്റോ 2 മിനിറ്റോ മൂക്കും വായും പൊത്തിപ്പിടിക്കാൻ പറയാം. അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കരുത്. ഓക്കെ. ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ താല്പര്യത്തിൽ നിന്ന് കൊടുക്കുക. കാരണം ആ താല്പര്യം കുറച്ച് കഴിഞ്ഞാൽ കഴിയും. മറിച്ച് ആ കുറ്റബോധം നിങ്ങൾ പേറാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ആ കുറ്റബോധത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കുക. മുമ്പേ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് എന്ത്, അതായത് ഈ ബാധയൊക്കെ ഒഴിപ്പിക്കാൻ വരുന്ന ആളുകൾ കൈമേലും കാലുമേലും ഭസ്മവും പിന്നെ നെറ്റിമേലും ഭസ്മവും കുറേ കൈമാലയും രുദ്രാക്ഷമാലയും ഇതൊക്കെ ഇട്ടിട്ട് നടക്കണ കണ്ടിട്ടില്ലേ? എന്തിനാണ്? കാരണം ഏതെങ്കിലും ഒരു വേണ്ടാത്ത എനർജി ഉണ്ടെങ്കിൽ ആദ്യം ചെന്നിട്ട് അതിൽ കയറി പിടിക്കും. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു മോതിരത്തിൻ്റെ കല്ലോ അല്ലെങ്കിൽ ഡയമണ്ട് നെക്ലേസോ സ്വർണത്തിൻ്റെ പിന്നെ മാളയോ മലയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഞാനുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. എന്നെ സ്പിരിറ്റ് കൊണ്ട് നടക്കണ്ട, സ്പ്രേ അടിക്കേണ്ട, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ ഞാനില്ലെങ്കിൽ മുമ്പ് ഈ ഭസ്മിട്ടിട്ട് ഈ പറയുന്ന പ്രേതബാധകളെ സ്വന്തം ശരീരത്തിൽ കയറ്റിയിട്ട് ഒഴിവാക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഇന്നെന്ത്, അതായത് ഫെറാറി വണ്ടി അല്ലെങ്കിൽ ഗൂച്ചിയുടെ പേഴ്സ് അല്ലെങ്കിൽ പിന്നെ അടുത്ത ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബാഗ് അല്ലെങ്കിൽ ലൂയിസ് ഫിലിപ്പിൻ്റെ പാൻറ്റ്, അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അവനവനുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ നോട്ടം അതിലേക്ക് പോകും. അങ്ങനെ അവിടെ രണ്ട് ബാധകളും കൂടി ഒന്നായിട്ട് അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് എങ്ങനെയാണോ ഈ സ്വാമിമാർ പ്രേതബാധയെ ഒഴിപ്പിക്കാനും അതിനെ പിടിച്ചിട്ട് പാലമരത്തിൽ കൊണ്ടുപോയി തളച്ചത്, അതുപോലെ തന്നെയാണ് ഇന്ന് ഇങ്ങനെയുള്ള പല എനർജി സിസ്റ്റങ്ങൾ തമ്മിൽ ഒരുമിച്ച് കല്യാണത്തിൽ കൊണ്ടുപോയി തറയ്ക്കണ്, കുട്ടികളായിട്ട് കൊണ്ടുപോയി തറയ്ക്കണ്, അമ്മമാരായിട്ട് തറയ്ക്കണ്, ഭർത്താവായിട്ട് തറയ്ക്കപ്പെടുന്നു. പാലമരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓഫീസുകളിൽ കൊണ്ടുപോയി തറക്കപ്പെടുന്നു. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പഴയതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായിട്ട് മാത്രം ഇത് മാറുകയാണ്.
കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്നെ അനുഭവിക്കണ ഭാഗം. അതിന് ഈ പറഞ്ഞ കല്ലിനും മുള്ളിനും മണ്ണിനും ഈ പറയുന്ന ഒരു പെർഫ്യൂമിനും സാധിക്കൂല. അതിന് ഏറ്റവും നഗ്നമായിട്ട് ഞാനിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആ സാധ്യത നിലനിൽക്കാൻ പോണുള്ളൂ. കാരണം അങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ ലോകത്ത് സോൾമേറ്റ് എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോൾ ടു സോൾ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളെ കൂട്ടാനുള്ള ഒരു സാധ്യതയില്ല. നിങ്ങളെ നന്നായിട്ട് തൊട്ട് കൂട്ടാനുള്ള സാധ്യതയിൽ അതുപോലത്തെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഹാ. കാരണം നമ്മളോടല്ല താല്പര്യം വേണ്ടത്, എനിക്ക് നിങ്ങളോടല്ല, നിങ്ങൾക്ക് എന്നോടല്ല താല്പര്യം വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള താല്പര്യം, എനിക്ക് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള താല്പര്യം. കാരണം അത് എന്നെന്നും നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഭയങ്കര സൂപ്പറാണ്. അതായത് എൻ്റെ അനുഭവം എന്ന് പറയണത് എൻ്റേത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനെ ഈ സമൂഹം ഉണ്ടാക്കി വെച്ച ലേബൽ വെച്ചിട്ട് റൈറ്റാണോ റോങ് ആണോ എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത്. എൻ്റെ റിയാലിറ്റിയെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മളെ വിട്ടുകൊടുക്കരുത്. കാരണം ഞാനാണ് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ സോൾ ഓണർ എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം നമ്മൾ ആ ഒരു ഓണർഷിപ്പ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സമൂഹം ഉണ്ടാക്കി വെച്ച ആ ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ ബോക്സിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പാടുപെടും. മനസ്സിലായോ? കാരണം അവിടെ അവിടെ നമുക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ പറയണത് ശരിയാണോ എന്നുള്ളത് അവരുടെ പെർമിഷൻ വേണം. എന്തോരം പാടുപെടണതിൽ. അപ്പോൾ നമ്മുടെ ജീവിതം പുറമേയുള്ള ഒരവസ്ഥക്കും എന്നെ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കോട്ടം വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് എന്നോടുള്ള ഉത്തരവാദിത്തം. കാരണം പുറമേയുള്ള അവസ്ഥയാണ് ഞാൻ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി, അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് എന്നിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കണ്ടീഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ ആ കണ്ടീഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് എന്നെ കൊണ്ടുവരിക. ഇത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല. നമ്മളെ എനർജി ഡ്രെയിനാക്കണ വേറൊരു സംഭവമാണ് മൊബൈൽ ഫോൺ. അല്ല, മൊബൈൽ ഫോൺ ഇപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ ആരും ഒഴിവാക്കണ ഭാഗവുമില്ല. കാരണം വേണമെങ്കിൽ ഭാര്യനെയും വീട്ടുകാരെയൊക്കെ ഒഴിവാക്കാം, പക്ഷെ ഫോണിനെ ഒഴിവാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിനെ ഒഴിവാക്കാൻ പറ്റില്ല, ചാറ്റ് ജിപിടിനെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഇതിലെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ മൊബൈൽ എപ്പോഴും ഹാങ് ആവണത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്സ് റൺ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം എന്താവും? ഹാങ് ആവും. പതുക്കെ പതുക്കെ ഫോൺ ഹീറ്റാവും. പതുക്കെ ഫോണിൽ പ്രശ്നങ്ങൾ വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ വെറുതെ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്സ് റൺ ആവുന്നുണ്ട്. അതായത് ഒന്നുകിൽ നമ്മൾ പഴയ കാല കഥകൾ ഈ ടാങ്ക് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഡാം പൊട്ടിയിട്ട് ഇങ്ങനെ പറയണത് പോലെ അവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് വീണ്ടും നമ്മുടെ മൈൻഡിനെ വേണ്ടാത്ത രീതിയിൽ മെമ്മറിയുടെ രൂപത്തിൽ നമ്മൾ വീണ്ടും ആശ്രയിച്ച് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? നമ്മൾ അയാളോട് സംസാരിക്കുമ്പം ആ ഫോണിൻ്റെ സ്ക്രീനിലോ ആ വീഡിയോ കോളിൽ നിന്നോ മാറിയിട്ട് നമ്മളും തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ന്യൂസിലും അല്ലെങ്കിൽ ഫോണിൽ വേറെ കുറേ ഡാറ്റകളായിട്ട്, ഇനി അതൊന്നും അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുമ്പം അടിച്ചു വാരുമ്പം തുടയ്ക്കുമ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കണത്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന വീണ്ടും പഴയ കാര്യങ്ങൾ അവർ പറയണതോ അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിലാണെങ്കിൽ
നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഭാഗത്താണെങ്കിൽ ഈ കച്ചറയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒന്നും പറയാനില്ലെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് ആ കാര്യങ്ങൾ തീർന്ന് നമ്മളെല്ലാവരും ഫ്രീ ആവും. ഇപ്പം എന്നെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മണിക്കൂറുകളോ, ഞാൻ ജസ്റ്റ് അതിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ കാരണം അവർക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. അവരോട് നമ്മളത് പറയരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ നമ്മുടെ ശ്രദ്ധ വിടാതെ വേറെ ആപ്പിലേക്ക് പോകാതെ നമ്മളത് കേട്ടിട്ട് അതേപോലെ തന്നെ പുറത്തേക്ക് എടുത്ത് കളയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ നമ്മളെ ബോഡി, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ പല സാധനങ്ങളും പല സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, പക്ഷെ നമ്മളിൽ അത് നമ്മുടെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് അത് അന്വേഷിക്കുമ്പം നമുക്ക് കിട്ടണില്ല. പക്ഷെ നമ്മുടെ ബോഡിയാണ് കൊണ്ടുപോയി വെച്ച്. ഓക്കെ, ലെറ്റ്സ് കണക്ട് സം വേർഡ്സ്. ഓക്കെ, അതായത് നമ്മൾ വി ഓൾവേസ് ഹിയർ നത്തിങ് ഈസ് പെർമനൻറ്റ്. Okay, when we hear that word, nothing is permanent, we always try to define, eh, there is nothing is permanent. But actually, when you go into deeper meaning, it says nothing is permanent. So, nothing is only permanent. That what the statement says. But we consider there is nothing is permanent. But nothing is always permanent. You got it? So everything is temporary. So whatever you create as everything, okay, this we always keep to say that this person is my everything, okay, or this is my everything. And whatever we create as it everything, that is just temporary. What is permanent? Nothing is permanent. So you try to create anything with your mind is temporary. The nothingness or the zero that you cannot create with your mind, and that is permanent. And we always use the word nothing is going to work. So we feel like, oh my God, nothing is going to work. No, nothing is going to work. So when you maintain that pure zero, that is going to work. So when you feel this body system, okay, this is working. This is working from the nothingness. If you put any emotion, you put, okay, this person is my everything, and you put into the system is going to hang. Why? Because nothing is going to work. So keep the system always as nothingness and feel the nothingness. Maintain the zero, maintain the system with the absolute nothingness. Then only you can feel. Otherwise, you will caught up with the taste. You know, the nothingness have no taste, so you don't have to have any regret. If you think this is my everything, then you have to keep the regret. Otherwise, there is no regret, there is no guilt, there is no compromise, there is no conflict, no confusion, because nothingness is going to work and nothing is permanent. Okay? ജീവിതം എന്ന് പറഞ്ഞാലേ ഞാനെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, അല്ലേ? എന്നും എപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഫുൾ ടൈം നമ്മുടെ കൂടെയുള്ള ഞാനെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഓക്കെ, ഈ അവസ്ഥയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറാതിരിക്കാൻ എന്നെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ തലവേദന, തലകറക്കം, പനി ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായതല്ല. എനിക്ക് ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കാൻ പറ്റാതെ എന്നെ ഡൈവേർട്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഞാൻ സ്ഥാനം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ശ്രദ്ധിക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? അതിനെന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിനെ ഹോൾഡ് ചെയ്താൽ മതി. വേറെ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സമാധാനം, സന്തോഷം, ആഹാ, വേറെ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും
ഗുരു വേണ്ടേ ഗുരു വേണ്ടേ എന്നുള്ളൊരു സംശയമാണ്. ഒരു യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മളെ പുതിയൊരു ലൂപ്പിലേക്ക് തള്ളിയിടുകയോ അതിൽ പൂട്ടിയിടുകയോ ചെയ്യുന്ന ആളല്ല. ഇവിടെയുള്ള എല്ലാ ഗുരുക്കന്മാരും പിന്നെയും പ്രാക്ടീസും പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരേ കാര്യങ്ങൾ ചെയ്തു പോണതൊക്കെയാണ് പുതിയ ഗുരു സങ്കല്പം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ലൂപ്പുകളെ, അതായത് ഒന്നും ചെയ്യാതിരിക്കണ ആ നത്തിങ്നെസ് അല്ലെങ്കിൽ ആ സീറോ ആയിട്ട് നമുക്കിരിക്കാൻ സാധിക്കണ നമ്മുടെ ആ പ്യൂറായിട്ടുള്ള ആ ഒരു അവെയർനെസ്സാണ്. അല്ലെങ്കിൽ ആ സീറോ സ്റ്റേറ്റിൽ നമ്മളെ ഇങ്ങനെ സൈലൻ്റായിട്ട് ഇരിക്കാൻ പ്രേരിപ്പിക്കണ ആ ഒരു ബോധം തന്നെയാണ് നമ്മുടെ ഗുരു. അല്ലാതെ അതൊരു വ്യക്തിയിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നോക്ക് നടക്കുമെന്ന്, ഞാനത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി മൈൻഡിൽ അത് അങ്ങനെ തന്നെ ഫിക്സായിട്ട് കിടക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ള ലിമിറ്റേഷൻസ് നമ്മളിലുള്ളത് കൊണ്ടാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ഫോണ് കാണുകയാണെങ്കിൽ, റൂമിലിരുന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ കൂടെയുള്ള ആരും ഒന്നും ശ്രദ്ധിക്കും എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടാവും, അല്ലേ? ഇപ്പോൾ നമ്മളൊരു സീരീസ് കാണുകയാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ അത് മോഹൻലാലിൻ്റെ ഡയലോഗാണെങ്കിൽ ആ സിനിമ മെമ്മറൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൊറിയൻ സീരീസ് വാച്ച് ചെയ്യും. അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഖുർആനിലെ ആയത്തുകളോ ഉറക്ക സൗണ്ടിൽ വെച്ചിട്ട് ഈ സംഭവം റൺ ചെയ്യിക്കും. എന്നതുപോലെ തന്നെയാണ് ഈ ഗുരു വരുമ്പോഴും. കാരണം നമ്മൾ ഗുരുവിൻ്റെ കീഴിലാണെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ ആ ഗുരു നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. ഈ മതവും ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഇങ്ങനെയാണ്. പക്ഷേ എന്തിനാണ് ഇതെന്നെ നിയന്ത്രിക്കണത്? കാരണം എവിടെയോ എൻ്റെ ക്ലാരിറ്റി എനിക്കില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇത് നിയന്ത്രിക്കണത്. എൻ്റെ ക്ലാരിറ്റിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ മതത്തിന് ജീവനുണ്ടാവും. അല്ലെങ്കിൽ വേറൊരാൾ പഠിപ്പിച്ച് തരുന്ന കാര്യത്തിന് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ പലതിനെയും കണ്ടുമുട്ടും. അതെല്ലാം എൻ്റെ ബോധം എന്നിലേക്ക് എത്തിച്ചു തരുന്നതാണെന്നുള്ള ആ തിരിച്ചറിവിൽ നമുക്ക് റിമെയിൻ കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കാൻ സാധിക്കണം. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമ്മൾ എവിടെയാണ് പെട്ടുപോകുന്നത്? കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഞാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബസ് എടുക്കാം. ബസ്സിലേക്ക് നമ്മൾ കയറുമ്പം നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് എന്ത്, ഞാൻ തൽക്കാലം ഒതുങ്ങി ഒരു മൂലക്കിൽ മാറിയിരിക്കാം, വേറെ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ഞാൻ മാക്സിമം ഒതുങ്ങിയ ഒരു ഭാഗത്തേക്ക് ഇരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ബസ്സിൽ കയറിയതെന്ന് വിചാരിച്ചോ. കുറച്ച് കഴിയുമ്പം ഈ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും വന്നിട്ട് നമ്മളോടൊന്ന് മാറാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നീങ്ങാൻ പറയും. അപ്പോൾ ഉള്ളിൽ ഈ തീരുമാനം കിടക്കുമ്പം നമ്മൾ പെട്ടുപോകും. കാരണം അവിടെ ജസ്റ്റ് ആ പിന്നെ നമ്മളോട് മാറാൻ പറയുന്നവനും ബോധമില്ലാതെയാണ് നമ്മളോട് മാറാൻ പറയണത്. അപ്പം നമ്മൾ വെറുതെ നമ്മുടെ ചന്തി ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ്റെ കാര്യം അവിടെ വർക്ക് ചെയ്ത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ, നമ്മൾ ചന്തി അനക്കാൻ പോണില്ല. കാരണം ഞാൻ ഒതുങ്ങിയാണ് നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഈ ലോകത്തിൽ മറ്റെല്ലാവരും പ്രശ്നക്കാരാണ്, ഞാൻ വളരെ നന്നായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള തീരുമാനം ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് സഫർ ചെയ്യണത് മുഴുവൻ ഞാനാ. അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോണത് മുഴുവൻ മറ്റുള്ളവരാലാണെങ്കിലും നിയന്ത്രണം വിട്ടുപോണത് എൻ്റേതാണ്. അപകടം വരുന്നത് മുഴുവൻ എനിക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുലുങ്ങി കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് മൂളിക്കൊടുത്താൽ കാര്യങ്ങൾ നന്നായിട്ട് പോകും. പക്ഷെ ഇത് അങ്ങനെ ഇല്ലയെന്നും പറഞ്ഞ് ബലം പിടിച്ച് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നും കുലുങ്ങണേന് ഒരു പ്രശ്നമില്ല. ഒരു 1 ഇഞ്ച് അങ്ങോട്ട് മാറിക്കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ബോഡിയിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമ്മളെ നിയന്ത്രിക്കാൻ വേറെ ആരെക്കൊണ്ട് സാധിക്കൂല. കാരണം നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തതിൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടത്. എന്നാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് പ്രപഞ്ചം പല പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു പടച്ചോന് നമ്മളെ പരീക്ഷിക്കാൻ ഇവിടെ ഇല്ല. ഈ തീരുമാനം എടുക്കാതിരുന്ന് നോക്കിയേ, എന്നിട്ട് ആ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എനിക്കനുസരിച്ചുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണ ഭാഗത്തേക്ക് പോയേ. എനിക്കനുസരിച്ചുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ശാന്തത ഞാൻ ആദ്യം അനുഭവിക്കണം. അപ്പോൾ സാഹചര്യത്തിൻ്റെ വിക്റ്റിമാവാതെ ഞാൻ ഈ ശാന്തതയിലിരുന്നു ആഹാ ആഹാ ആഹാ, അത് ഭയങ്കര രസമല്ലേ സംഭവം. നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടക്ക് നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. ഷടാ അങ്ങനെ പറയണ്ടില്ലായിരുന്നു, ഇങ്ങനെ പറയണ്ടില്ലായിരുന്നു, ഞാൻ കുറച്ചും കൂടി ശാന്തനായിട്ട് ഇരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല, ഇനി കുറച്ചും കൂടി സൗമ്യതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നു. ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മൈൻഡ് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ അത് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അടുത്ത നമ്മളെ ട്രാക്ക് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് ഓൺ യുവർ മാർക്ക് സാറ്റ് എന്നും പറഞ്ഞിട്ട് വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും മനസ്സ് തയ്യാറെടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചു നീ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനോ മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാനോ മറ്റൊരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആണ്. അല്ലെങ്കിൽ ചുറ്റുപാടിനെ ശ്രദ്ധിക്കണ ഭാഗത്തുനിന്ന് എന്നിലേക്കുള്ള എൻ്റെ ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരികയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ എത്ര പ്രീ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താലും നിങ്ങൾ ഇരുന്ന് ക്ഷീണത്തിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ ഈ ലൈഫിൻ്റെ മഹാത്മ്യം അറിയാൻ പറ്റില്ല. കാരണം ലൈഫിൻ്റെ മഹാത്മ്യം അറിയണമെങ്കിൽ ഈ ബോഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുഭവത്തിൽ വരണം. ഓക്കെ, അപ്പം അവിടെയാണ് ശ്രദ്ധ വരേണ്ടത്. അല്ലാതെ വേറെ എന്തിൻ്റെ പുറകെ ഓടിയിട്ട് ഒരു കാര്യമില്ല. പറയൂ. നിങ്ങളിപ്പം ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിക്കാൻ പോവാണ്, ഇനി ഇന്നാർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല, ഞാൻ പിന്നെ എന്ത് മണ്ണാങ്കട്ടയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളിൽ തന്നെ അതിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിൽ പരിശോധിക്കുന്നത്. അല്ലാതെ ഒരു പടച്ചവന് നിങ്ങളെ പരീക്ഷിക്കാനില്ല. അപ്പം നിങ്ങൾ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പം ആ സംഭവമാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ നേച്ചറായിട്ട് അത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന നേച്ചറിൽ സ്വാഭാവികമായിട്ടൊരു ചെക്കിങ് വരികയാണ്. കാരണം ഞാൻ വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തോന്നലാണോ അല്ലെങ്കിൽ അത് റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഞാൻ തന്നെയല്ലേ നോക്കണത്. ആ നോട്ടം തന്നെയാണ് പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വലിയ സംഭവമാണെന്നുള്ളത് ഈഗോയിലാണെങ്കിൽ നമ്മൾ ഞാൻ ഭയങ്കര ശാന്തനാണ്, ശാന്തകുമാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവരോട് ഫക്ക് ഓഫ് പറയേണ്ടി വരും. മറിച്ച് ഞാൻ റിയൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരുന്ന് ആ പറയുന്ന ശാന്തതയിൽ എനിക്ക് ഓരോ കാര്യങ്ങളെയും ട്രാൻസെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു പടച്ചോനും ഇല്ല നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ സൈക്കിള് ചവിട്ടാൻ ഞാൻ പഠിച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചവിട്ടിയപ്പോൾ നിങ്ങൾ താഴെ വീണ്. ഓക്കെ, ഞാൻ നന്നായിട്ട് ചവിട്ടുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ചവിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ആരോടും പറയേണ്ട കാര്യമില്ല, ഞാൻ ചവിട്ടിയാൽ പോരെ. അപ്പോൾ പിന്നെ ഏതെങ്കിലും പടച്ചോ നിങ്ങളെ പരീക്ഷിച്ചണോ? ഇല്ല. അപ്പോൾ നമ്മളെ പരീക്ഷിക്കണ ഒരു പ്രകൃതി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എൻ്റെ നേച്ചർ ഇന്നതാണെന്ന് ഞാൻ പറയുമ്പം അത് ഞാൻ ഫീൽ ചെയ്താൽ മാത്രമേ എനിക്ക് അതുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ എന്ന് പറയുന്നിടത്തൊന്നും ഇടയ്ക്കിടയ്ക്ക് അടിയും വഴക്കും നടക്കുന്നത് എന്താ? കാരണം ഇത് എൻ്റേതാണോ എന്നുള്ള ടെസ്റ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധ കൊടുത്ത് ഞാൻ എൻ്റേതാണോ അല്ലെങ്കിൽ എൻ്റെതിൽ ഞാനുണ്ടോ എന്നുള്ള ഭാഗം ഞാൻ ആദ്യം നോക്കണം. എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ എന്നെ മോശപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരിക്കലില്ല. അപ്പം ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷണം നമ്മളിലേക്ക് വരുന്നത് നമ്മളിലുള്ള ടെസ്റ്റ് നമ്മൾ പാസ്സാവാത്തോണ്ടാണ്. അപ്പം ആദ്യം ഞാൻ എന്നെ നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരുടെ പ്രശ്നവും ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. എൻ്റെ അമ്മയെയും അച്ഛനെയും പോലെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ ഭാര്യയെ പോലെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ അമ്മയെ പോലെ എനിക്ക് കാണാൻ പറ്റണം. കാരണം ഞാനല്ലേ കാണുന്നത്.
എന്തിനാണ് വ്യത്യാസപ്പെടുത്തി കണ്ടിട്ട് ഞാൻ പണി മേടിച്ചു വെക്കണത്? ഒരാവശ്യമില്ല. നമ്മൾ നോക്കണ്ടേ വേറൊരു കാര്യമുണ്ട്. ഇപ്പം എല്ലാവരും പണ്ട് ഹിമാലയത്തിലൊക്കെ ആളുകൾ പോയിരുന്നിരുന്നു. ഓക്കെ, അതെന്താണ് പറയുന്നത്? മനുഷ്യന്മാരില്ല എന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തെ അന്വേഷിച്ചു പോയി. മനുഷ്യന്മാരെല്ലായിടത്തും ഉണ്ട്. ജയിലിൽ പോയാലും ഉണ്ട്. ഈ ലോകത്തിൽ മനുഷ്യന്മാരെ ഇല്ലാതാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ അടച്ചു പൂട്ടിയിട്ട് എവിടെയെങ്കിലും വെക്കണം. ഒന്നുകിൽ ഹിമാലയത്തിന് വെക്കണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ ബെഡ്റൂമിലോ. അതൊക്കെ നിങ്ങൾ മൈൻഡ് കൊണ്ട്, മനസ്സ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കട്ട് ഓഫ് ചെയ്താൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധം നിങ്ങളിൽ ഇല്ലാതാവുള്ളൂ. അപ്പോഴും ബന്ധം അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിക്കുക എന്ത്, ഇവരാരും എനിക്ക് പറ്റാത്തവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാകൂല എന്നും വിചാരിച്ചിട്ട് നിങ്ങൾ മാറിയിരിക്കണ ഇരുത്തം മാത്രമേ ഉള്ളൂ. പണ്ടത് ഹിമാലയം വരെ പോയിണെങ്കിൽ ഇന്നെല്ലാവരും സ്വന്തമായിട്ട് ഒരു മുറിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്പേസോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് എല്ലാവരും ഇന്ന് ധ്യാനം കൂടുന്നത്. അങ്ങനെ ധ്യാനം കൂടിയാലുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചത്തു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യന്മാരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അല്ലാതെ ദൈവത്തിനുമായിട്ട് കാണാത്ത ദൈവത്തിനോട് സഹകരിക്കാൻ ഈ ശരീരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഇത് മനുഷ്യന്മാരുമായിട്ട് സഹകരിച്ച് ഈ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോന്ന് അതിൻ്റേതായ ആ മ്യൂച്വൽ റെസ്പെക്റ്റിൽ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം. അല്ലാതെ ആരുടെയൊന്നും കട്ടെടുക്കാനോ പിടിച്ചു വാങ്ങാനോ റേപ്പ് ചെയ്യാനോ ഒന്നും പോവാതെ പരസ്പര സഹകരണത്തിലൂടെ ജീവിതം സാധ്യമാക്കുന്ന ഒരു സിസ്റ്റമാണ് കയ്യിലുള്ളത്. അപ്പൊ ഇത് പരസ്പര സഹകരണത്തിലൂടെ സാധ്യമാക്കുന്നതിന് പകരം മൈൻഡ് വെച്ചിട്ട് എല്ലാവരെയും ജഡ്ജ് ചെയ്തിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ അവര് കാര്യങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരണമെന്നുള്ള താല്പര്യം തുറന്ന് പറയാതെ അതിലേക്ക് അവരെ ചാടിക്കാൻ നോക്കുകയാണ്. അങ്ങനെയാണ് ജീവിതത്തിൽ മടുപ്പ് വന്നത്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ സെക്സിനോട് താല്പര്യമില്ലേലും, ഭക്ഷണത്തിനോട് താല്പര്യമില്ലേലും, വെള്ളത്തിനോട് താല്പര്യമില്ലേലും പോട്ടെ, ജീവിതത്തിനോട് താല്പര്യമില്ലെങ്കിൽ പോലും 100% നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. കാരണം നിങ്ങൾ പോയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച ചില കാര്യങ്ങളുടെ ആകെ തുക എടുത്തിട്ട് നിങ്ങളെത്തിയ തീരുമാനമാണത്. അത് വെറും തീരുമാനം മാത്രമാണ്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും, കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലില്ല, പക്ഷെ എനിക്ക് ജീവിതം മടുത്ത്. അത് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം. കാരണം സർഫ് എക്സലിട്ട് ഇളക്കിയാൽ ഇളകുന്ന കറയായിട്ട് നമ്മുടെ ഉള്ളിൽ തീരുമാനങ്ങൾ കടുകട്ടിയിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാഡിയും ഞരമ്പുകളൊക്കെ അതിനനുസരിച്ച് ആക്ട് ചെയ്യണത്. അതിനെയും നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇളക്കി എടുക്കാനുള്ള പ്രാപ്തി നമ്മൾ കാണിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൽ യാതൊരു വിഷയവുമില്ലാതെ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് ജീവിതം. നമ്മളിപ്പം നമ്മുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ മണിക്കൂറുകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം നമ്മൾ ഈ പറയുന്ന ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ തമ്മിൽ അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറിയ കുട്ടി നമ്മളടുത്തേക്ക് വരികയാണ്. അവൻ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ അവൻ എത്ര നേരമായടാ നീ സംസാരിക്കണേ, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് എത്ര നേരമായടി നീ സംസാരിക്കണമെന്ന് പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ഈ ആൾക്കാർ പറയണത് കേൾക്കാതെ നമ്മൾ വീണ്ടും ആ സംസാരത്തിൽ തുടരും. ഓക്കെ, കാരണം നമുക്കറിയാം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ആ ഒരു ബ്ലോക്കിനെ മാറ്റിയിട്ട് ഇവനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഇവളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കൂടെ ഒരാളെ നിർത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ്ലി നിങ്ങളെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ദഹനം ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റണില്ല, പല പ്രശ്നങ്ങളും നിങ്ങളെ ബോഡിയിലുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഭാഗത്ത് സ്വന്തം വീട്ടിലുള്ളവരുമായിട്ടുള്ള ആ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് പുതിയ ഒരാളിലും നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അമ്മക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണമെങ്കിൽ ആ അറ്റൻഷൻ അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന, അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയോട് പറയുക പോലും ചെയ്യാതെ ആ കോള് കട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പുറത്തേക്ക് നിങ്ങളുടെ അറ്റൻഷൻ അവിടെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് നിങ്ങൾ സത്യം അറിയണത്. എന്ത്, ഈ പറയുന്ന വ്യക്തി നിങ്ങളെ കൂടെ ഇരിക്കുന്നത് റിയൽ ആയിട്ടാണോ,
അതോ നിങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾ അവർക്ക് പൈസ കൊടുത്ത്, നിങ്ങളുടെ സമയം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, ശരീരം കൊടുത്ത്, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ പേറുകയാണോ എന്ന് പറയും. നമ്മൾ പേറുക എന്ന് പറയില്ല, അതായത് ക്യാരി, നമ്മൾ തലയിൽ ഒരു ചുമടായിട്ട് കൊണ്ട് നടക്കുന്ന ബന്ധാണോ എന്നുള്ളത് അപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ ഇയാളോട് പറയാതെ ഫോണ് കട്ടായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുമ്പം അടുത്ത പ്രാവശ്യം നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ എടാ എൻ്റെ അമ്മ വിളിച്ചതായിരുന്നടാ, ഞാനത് അങ്ങനെ ചെയ്തതാടാ, ഇങ്ങനെ ചെയ്തതാടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ശരീരത്തിൻ്റെ ഭാഗത്ത് മാത്രമുള്ള ബന്ധമാണ്. റിയൽ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, എല്ലാവരോടും നമ്മൾ ഒരുപോലെ ഇരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ ബന്ധമുള്ളത്. അവിടെയാണ് ഈ ശരീരം നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് ശരീരത്തിന് കണക്ഷൻ വരുന്നത്. മറ്റേത് ക്ഷീണം മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പലരോടും മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ മണിക്കൂറുകളോളം നമ്മൾ സംസാരിക്കുന്നത് ആ കോള് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ വീണ്ടും എന്നെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? കാരണം അയാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ ബോഡിയിൽ ഒരു ഇറക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്പിത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ, കമ്പി എന്ന് പറഞ്ഞാൽ അണ്ടി മാത്രം കമ്പി ആവണതല്ല കേട്ടോ, അല്ലെങ്കിൽ സെക്ഷുവലി കമ്പി ആവണ കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. ഹോൾ ബോഡിയിൽ നമ്മൾ കിടന്നിട്ടാണ് സംസാരിക്കണതെങ്കിൽ നമുക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഇരുന്നിട്ടാണ് സംസാരിക്കണമെങ്കിൽ നമുക്ക് നിൽക്കാൻ തോന്നുന്നുണ്ടോ? നിന്നിട്ടാണ് സംസാരിക്കണതെങ്കിൽ നമുക്ക് നടക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ താല്പര്യം വരുന്ന രീതിയിൽ ആ കോളിനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? അതോ അയാൾ വിളിച്ച് ഞാൻ കിടന്ന് മണിക്കൂറുകളോളം കിടന്ന് ഞാനിങ്ങനെ പൊട്ടനെ പോലെ സംസാരിച്ച് അല്ലെങ്കിൽ പൊട്ടത്തിനെ പോലെ സംസാരിച്ച് എൻ്റെ ക്ഷീണവും നാട്ടുകാരുടെ വിഷയങ്ങളും ഗോസിപ്പുകളൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ തിരിച്ചറിയാം, നമ്മുടെ ശരീരത്തിനെ ഞാൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് നമുക്ക് അങ്ങനത്തെ ബന്ധങ്ങൾ ആവശ്യമില്ലാന്നേ. കാരണം ദിക്റും സലാത്തും ചൊല്ലിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പാടാണ് ഉള്ളതെങ്കിൽ അത് പരിശോധിക്കണം. വൈ ഇറ്റ്സ് ഹാപ്പനിങ്. കാരണം ഞാൻ സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അമ്പലത്തിൽ പോയിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ സ്റ്റിൽ സഫറിങ്? അത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എന്ത്, നിങ്ങളെ ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ അശ്രദ്ധയെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. കൂടെ നിങ്ങളും ആ അശ്രദ്ധയിൽ ലോക്കായി എന്നുള്ള വിവരം. അല്ലാത്ത ഒരു ബന്ധവും, അതായത് പരസ്പരം സംസാരിക്കുമ്പം അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി, ആ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കണില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് തിരിച്ച് ഉപയോഗിച്ചേ പറ്റുള്ളൂ. സോ അതിന് ആൾക്കാർ കർമ്മ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. സോ ദർ ഈസ് നോ അതർ ഓപ്ഷൻ. സോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ഏക വഴി മാത്രമേ പ്രശ്നം ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കുള്ള കാരണമായിട്ടുള്ളൂ. അല്ലാതെ ഒരു സൊല്യൂഷൻ എവിടെയും ഇല്ല. ഓക്കെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാഹം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം കുടിക്കലല്ല. വെള്ളമാണെങ്കിൽ ഇഷ്ടം പോലെ ഈ ലോകത്ത് അവൈലബിളാണ്. പക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാഹം മനുഷ്യനോട് തന്നെയാണ്. ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. മനുഷ്യരുമായിട്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ലോകത്ത് ഒരാൾക്കും നമ്മളെ തടയാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ അച്ഛന്, എൻ്റെ അമ്മ എന്നുള്ള ഭാഗത്തേക്ക് മനുഷ്യനെ പരിമിതപ്പെടുത്തി. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് ഇത് പരിമിതപ്പെടുത്തിയപ്പോൾ കാരണം പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ദ ഫ്ലോ. ഈ ഫ്ലോ ഒരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് പരീക്ഷ തരുന്നത്. കാരണം നിങ്ങളെടുത്ത തീരുമാനമാണ് എന്ത്, ഞാൻ ഇനി കുറച്ചു കാലം ഒറ്റപ്പെട്ടാ ജീവിക്കണേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, ഇവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുമ്പം ആ ആത്മാർത്ഥത വർക്ക് ചെയ്യാൻ പോണില്ല. കാരണം എന്താണ്, ഇവിടെ ഈ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു സെൽഫാണ് എല്ലാവരിലും ഉള്ളത്.
ആ മാറ്റത്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ മാറാതെ ഒരാളെയും പിടിച്ചു കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ ആ ദാഹം എന്നും ദാഹമായിട്ട് കിടക്കും. മറിച്ച് എൻ്റേതെന്നുള്ള ഭാഗത്തു നിന്ന് മാറിയിട്ട് ഞാനെന്ന് പറയുന്ന അവസ്ഥയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ പറയുന്ന മുഴുവൻ മനുഷ്യ സമൂഹവും ഈ ഞാനിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അവിടെ അതിനൊരു ബ്യൂട്ടിഫുൾ എക്സ്പാൻഷൻ ആണുള്ളത്. കാരണം അതിൻ്റെ ദാഹം ഈ പ്രപഞ്ചത്തോളം വലുതാണ്. എന്ത്? ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം വേണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താ? ഇല്ലാത്ത, അതായത് ബന്ധമുണ്ടായിട്ട് ആ ബന്ധത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ പുറകെ നമ്മൾ യാതൊരു നാണവും മാനവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രപഞ്ചത്തിന്റെ ബന്ധത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കപ്പാസിറ്റിയിൽ നിന്ന് എന്നെ പരിശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് പരിശുദ്ധമായ ആളുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗത്തേക്ക് വരുന്നില്ല. നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാലത്തിൽ അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരുന്നിട്ട് നമ്മൾ അപ്പോഴും മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണുന്നില്ല. കാരണം എന്താണ്? അതെന്റെ ഭാര്യയല്ല, അതെന്റെ കാമുകിയല്ല, അതെന്റെ, ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഓരോ പേരിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ പേരിട്ട് കൊടുക്കുന്നതിന് പകരം അവരെല്ലാവരും നിലനിൽക്കാൻ കാരണമായ ആ ജീവനുമായിട്ടുള്ള എന്റെ ബന്ധം ഞാൻ കാണുമ്പം ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് സഹകരിക്കാം. അപ്പൊ ദാഹം മാറും. ഈ ഭ്രാന്തൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അതായത് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവാതിരിക്കുകയും നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവാത്തത് കൊണ്ട് അവരിടുന്ന പേരാണ് ഭ്രാന്ത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെയാവണം നമ്മുടെ ജീവിതവും. അതായത് എല്ലായിടത്തും നമ്മൾ വേണം, എന്നാലോ നമ്മൾ ആരും കാണാൻ പാടില്ല. എല്ലാ നിയമത്തിൻ്റെ ഉള്ളിലും നമ്മൾ വേണം, എന്നാൽ ഒരു നിയമവും നമ്മളെ ബാധിക്കാതിരിക്കണം. കാരണം നമ്മുടെ ജീവൻ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കാരണം എല്ലാവരുടെ ഉള്ളിലുണ്ട്, എന്നാൽ ആരും ആരുടെ മുന്നിലും വന്നിട്ട് ഞാനിതാ ജീവനോടെ നിന്നെ ഞാനാണ് പ്രവർത്തിപ്പിക്കണമെന്ന് പറഞ്ഞൊരു സംഭവമില്ല. എന്നതുപോലെ ആയിരിക്കണം ആ ജീവിതത്തിന് ഒരു പേര് കൊടുക്കണമെന്ന് കരുതിയിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള ഭാഗം ആരുടെ മുന്നിലും കാണിക്കാൻ പോകേണ്ട ഭാഗമില്ല. അങ്ങനെ കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ സത്യത്തിൽ നമ്മൾ ജീവിക്കല്ല, നമ്മൾ സർവൈവൽ മോഡ് ഓണാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ. അത് നമ്മളായിട്ട് ചെയ്തത് പോലും ആവത്തില്ല. പക്ഷെ അത് ഓണായത് കൊണ്ടാണ് ആ ഭാഗത്ത് എപ്പോഴും നമ്മളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗമൊന്നും ശ്രദ്ധിച്ച് നോക്ക്, എന്തോരം ശാന്തമാണ്. ഈ കണ്ട എല്ലാ കോലാഹലങ്ങൾക്കിടയിലും എന്തെല്ലാം ഡിസോർഡർ നമുക്കുണ്ടായിട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടും എന്തോ ഒരു നല്ല ഓർഡറിൽ അതിങ്ങനെ പ്രവർത്തിച്ചു ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ആഗ്രഹം അവിടെ നിന്നോട്ടെ. ആഗ്രഹത്തിനെ ഇത് പ്രവർത്തിക്കുന്നിടത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം പിന്നെയും അറിയാതെ പോവാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെന്നേ. പക്ഷെ ആ മനസ്സിനെ ഞാനിരിക്കേണ്ടിടത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സിന് അത് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ പ്രശ്നമില്ലാതിരിക്കണമെങ്കിൽ ഞാനിരിക്കേണ്ടിടത്ത് ഞാനിരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. നമ്മളെപ്പോഴും ഏത് റെസ്റ്റോറൻറ്റിൽ കയറുന്നെങ്കിലും, പ്രത്യേകിച്ച് സ്റ്റാർബക്സ്, CCD അല്ലെങ്കിൽ മെയിൻ കോഫി ഷോപ്പുകൾ ഉണ്ടാവും. നമുക്ക് തലയിൽ പൊട്ടാത്ത അല്ലെങ്കിൽ തലയിൽ കൊള്ളാത്ത പേരും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ കയറുന്ന ചില റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. ഏത് സ്റ്റാർബക്സ്, കഫേ കോഫി ഡേ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് മന്തി, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഈ ചിക്കൻ ഷവായ, അങ്ങനത്തെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. നമ്മൾ ഓരോരുത്തരും ചെയ്യണതാണ്. അപ്പോൾ അവിടെ കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കണം. അപ്പോൾ ചുടുവെള്ളമാണെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം. പച്ചവെള്ളമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എത്രത്തോളം ക്ലോറിനും ഫിൽട്രേഷനും ഉള്ള വെള്ളമാണ് ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കണമെന്ന്. മറ്റേത് നമ്മൾ ആ മസാലയിൽ മെസ്മറൈസ്ഡ് ആകുമ്പം നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് പോവുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ആക്ച്വലി
നമ്മളിൽ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലാത്ത കുറേ ഭക്ഷണങ്ങൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്നെ മറന്ന് ഞാൻ എന്നിലേക്ക് ഇൻജക്റ്റ് ചെയ്യുമ്പം ദ ഫുഡ് ഓൾസോ ബിക്കം എ ഡ്രഗ്, അല്ലെങ്കിൽ അതാണ് പോയിസണായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. പോയിസൺ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ പുറത്തേക്കും പോയിസൺ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നല്ല ഭക്ഷണമാണ്, ഓ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ടൈപ്പ് സ്റ്റാർബക്സ് കോഫീസ് മാത്രമേ കുടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുത്ത് പോയി കുടിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ മാസ്റ്റർബേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം വരും. അല്ലെങ്കിൽ ഒരു 500 രൂപ വീണു പോയാൽ നമുക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാലും നമ്മളെ ശ്രദ്ധക്കുറവിൽ ആ കുറവ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് പ്രോപ്പർ അലൈൻമെൻ്റ് അല്ലാത്ത എന്ത് സാധനം നമ്മൾ കോൺഫിഡൻസ് വെച്ച് ഉള്ളിലേക്ക് കയറ്റിയാലും നമുക്ക് പുറമേയും കോൺഫിഡൻസ് മാത്രമേ ഉണ്ടാവാൻ പോണുള്ളൂ, ക്ലാരിറ്റി ഉണ്ടാവാൻ പോണില്ല. ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്താണ് കഴിക്കുന്നത്, അത് എങ്ങനെയാണ് കഴിക്കുന്നത്, അതിൻ്റെ രുചി എന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് സെൻസിൽ വരണം. അല്ലാതെ സ്റ്റാർബക്സ് ഇതിൽ കയറിയിരുന്ന് ഒരു വീഡിയോ ഇട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ, പക്ഷെ ആ വീഡിയോയും സ്റ്റാറ്റസിനേക്കാൾ അപ്പുറത്ത് സ്വന്തം ശരീരത്തെ വിഷമയമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളൊരു അശ്രദ്ധ കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പണ്ടാര പറഞ്ഞിട്ടില്ലേ, കഴിക്കുന്ന ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മരുന്ന് ഭക്ഷണമായിട്ട് കഴിക്കേണ്ടി വരുന്നു എന്നതുപോലെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന വെള്ളവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രേവിങ് അങ്ങോട്ട് നഷ്ടപ്പെടും. കാരണം എന്താണ്, വെള്ളത്തിൻ്റെ രുചി അത് മനോഹരമായ ഒന്നുമില്ലാത്തൊരു രുചിയാണ്. അതുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. അതായത് മനുഷ്യനെ പണ്ട് തൊട്ടേ ചെയ്തു വന്നിരുന്നൊരു പൊട്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു റിയാലിറ്റിയെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയിൽ എന്നെ തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് മയക്കി നിർത്തണം, അല്ലെങ്കിൽ ഈ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റിയിൽ നിന്ന് ഒരു എസ്കേപ്പിസം നടത്തുന്ന ഒരു ഭാഗം മനുഷ്യനിൽ എവിടെയോ വന്ന് കയറി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ കഷ്ടപ്പാട് കൂടുമ്പം താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ വിശ്വാസത്തെ കൂട്ടുപിടിച്ചത്. അല്ലാതെ ഏതോ ഒരു മുഹമ്മദോ യേശു ക്രിസ്തു ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ജീവിച്ചെന്ന് പറഞ്ഞിട്ട് ആ ജീവിതത്തെ ഒരു ടൂളായിട്ട് എടുത്തിട്ട് സ്വന്തം ജീവിതം ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഈ മനുഷ്യൻ്റെ വിഡ്ഢിത്തരം നോക്കിയേ. ഇനി അത് പോട്ടെ, അത് കുറച്ച് മുമ്പുള്ളതാണ്, അത് അത്രയും വലിയ പൊട്ടന്മാർക്കുള്ളതാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പം വളർന്നു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് വലിയ യുക്തിയും ബോധവും ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾ പോലും ഒരു മനുഷ്യൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് സമാധാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും കഞ്ചാവോ MDMAയോ സിഗരറ്റോ എല്ലാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവൻ ഉപയോഗിക്കുമ്പം ചിലപ്പോൾ ഈ കഞ്ചാവൊക്കെ ആദ്യം ഉപയോഗിച്ച് ലാൻസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൂറാൻ വരെ മുട്ടുന്ന ഭാഗമുണ്ട്. അല്ലെങ്കിൽ ഛർദിയോ പനിയോ വിഷമോ സങ്കടമോ ദേഷ്യമോ നമ്മൾ അതിനെ ടോട്ടലായിട്ട് നമുക്കൊരു ബാഡ് ട്രിപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ബാഡ് ട്രിപ്പ് ഇവൻ്റെ അനുഭവത്തിൽ ഇവനെ കിട്ടിയിട്ട് പോലും മൈൻഡ് വെച്ചിട്ട് അതിനൊരു ഗുഡ് ട്രിപ്പാക്കി മാറ്റണ ഗതികേട്. എങ്ങനെയാണ് അത് ഗതികേടാണ്? കാരണം ജീവിതത്തിൽ അത്രമാത്രം പ്രശ്നമുള്ളത് കൊണ്ട് ഇവന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസിൽ ഒരു ബാഡ് അടിച്ചിട്ട് ആ ബാഡിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാൻ പറ്റാതെ അവൻ ആ ബാഡ് ട്രിപ്പിനെ ഗുഡ് ട്രിപ്പാക്കി മാറ്റിയിട്ട് വീണ്ടും കണ്ടിന്യൂസ്ലി സിഗരറ്റ് വലിക്കണ്, മദ്യപിക്കണ്, മയക്കുമരുന്ന് ഉപയോഗിക്കണ്. അപ്പോൾ നോക്കണം ശരീരം എങ്ങനെയാണ് പ്രശ്നത്തിലേക്ക് പോണതെന്ന്. കാരണം സ്വന്തം അനുഭവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം സിസ്റ്റം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ കൂട്ടു നിൽക്കുക. അപ്പം അങ്ങനെ കൂട്ടു നിൽക്കുന്ന ആളുകളുമായിട്ട് പിന്നെ സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. കാരണം ഒന്ന് ദേഷ്യം പിടിക്കുമ്പോഴോ വാശി പിടിക്കുമ്പോഴോ ഉള്ളിലുള്ള വലിഞ്ഞു മുറുകൽ അറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാഡീനരമ്പുകളാണ് പൊട്ടുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടൻ കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കൊണ്ടുപോയി കളയോ? അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞ് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ ഈ പറയുന്ന സ്വന്തം ശരീരത്തിൽ പല ഓപ്പറേഷനുകളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൽ സമാധാനം കണ്ടെത്തുക ചെയ്യണം മനുഷ്യൻ. എജാതി പൊട്ടത്തരാൻ നോക്കിയേ. ഓക്കെ.